ഇന്ന് നമുക്ക് നേന്ത്രപ്പഴം ഉപയോഗിച്ചിട്ട് ഒരു മോര് കറി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് 2 ചെറിയ നേന്ത്രപ്പഴം ചെറുതായി നുറുക്കിയത്, കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി, 2-3 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, പിന്നെ കറിവേപ്പില, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, പിന്നെ കുറച്ച് ഉലുവ വേണം, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ തേങ്ങരപ്പിൽ ജീരകവും വെളുത്തുള്ളിയും ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് മോര്, നല്ല കട്ടിയുള്ള കുറച്ച് മോരെടുത്ത് വെക്കാം. അതിനായിട്ട് ആദ്യം ചട്ടി വെച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ട് കഴിഞ്ഞിട്ട് ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം വഴറ്റുക. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടിയും ചേർക്കാം. അതൊന്ന് വഴറ്റാം. അത് മൊരിഞ്ഞ് വരുമ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. നമ്മൾ കറി ലാസ്റ്റ് മേളിൽ ഇത്തിരി ഒഴിച്ചു കൊടുക്കാം. ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ടതാണ്. അതിലേക്ക് നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന പഴം ഇട്ട് കൊടുക്കാം. പഴം ഇട്ടിട്ട് നല്ലോണം ഇളക്കാം. കുറച്ച് ഉപ്പിട്ടിട്ട് ഇളക്കിയിട്ട് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കുക. നല്ലോണം പഴുത്ത പഴമായതുകൊണ്ട് പഴം പെട്ടെന്ന് വെന്ത് കിട്ടും. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കുക. ഈ കറിയിൽ കുറച്ച് പഞ്ചസാര കൂടി ചേർക്കണം. 1 സ്പൂൺ പഞ്ചസാര ചേർക്കണം നമ്മൾ. അപ്പോൾ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. നല്ലോണം ഇളക്കി അരപ്പ് വാടി വരുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. ഓരോരുത്തരുടെ ചാറിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് ഇളക്കി അരപ്പ് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മോര് മീതെ ഒഴിച്ചിട്ട്, പിന്നെ അധികം തിളക്കണ്ട, ചെറിയതായി ചൂടായി കഴിയുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച മസാല അതിൻ്റെ മീതെ ഇട്ട് കൊടുക്കുക. അത് വേറെ ഒന്നിനുമല്ല, കറിക്ക് ഒരു ഭംഗി കിട്ടാൻ വേണ്ടി മീതെ ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ മോര് കറി റെഡി ആയിട്ടുണ്ട്.